നമുക്കറിയാം ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും എല്ലാം ആരംഭിച്ച IT മന്ത്രിയായിരുന്നു ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. IT രംഗത്ത് കേരളത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് UDFന്റെ കാലത്താണ്. കേരളത്തിന്റെ വ്യവസായ ഭൂപടം മാറ്റിവരച്ച ടെക്നോ പാർക്കിന് ഇന്ന് 34 വയസ്സ്. മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ അമേരിക്കയിലെ ആപ്പിൾ കമ്പനിയിൽ നടത്തിയ സന്ദർശനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ടെക്നോ പാർക്കിന്റെ പിറവി. വർഷം 1990 ജൂലൈ 28. തുടക്കത്തിലുണ്ടായിരുന്നത് 2 കമ്പനികൾ, 155 ജീവനക്കാർ. ഇന്ന് 486 കമ്പനികളിലായി 72,000 ജീവനക്കാർ. അവരിൽ കൂടുതലും വനിതകളാണ്. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്കാണത്. 1990 ജൂലൈ മാസത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ EK നായനാറും വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമതി ഗൗരിയമ്മയും പിന്തുണ നൽകിയതോടെ ടെക്നോ പാർക്ക് എന്ന വിപ്ലവകരമായ ആശയം പ്രവർത്തനക്ഷമമാകാൻ തുടങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ നയനാർ ഇങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിൽ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഗൗരിയമ്മ പറഞ്ഞു, നമ്പ്യാരും വിജയരാഘവനും എല്ലാം കൂടെ ചേർന്ന് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് CMന്റെ ഓഫീസിൽ എത്തിക്കണം. ആ റിപ്പോർട്ട് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നോ പാർക്ക് തുടങ്ങുക എന്നുള്ളൊരു ഇതിലേക്ക്. ഞാനന്ന് സീഡാക്കിലാണ്, ഇങ്ങോട്ട് വന്നിട്ടുമില്ല. അതാണ് അതിന്റെ ബിഗിനിങ്. ஆசை புன்னகை மூஞ்சையில் மூஞ்சி 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 மூஞ்சியில்